ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നില്ലേ ക്യാമ്പ് എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പാർട്ടി പൊങ്ങി വരാത്തത്? തമ്മിലടി, തമ്മിൽ വഴക്ക് എങ്ങനെ വരും? യൂണിറ്റി ഇല്ല. BJP ഉദ്ദേശിച്ചാണ്. യൂണിറ്റി ഇല്ല. ഞാൻ കാണുന്നുണ്ടത്. രാഷ്ട്രീയം കേരളത്തിലെ വിലയിരുത്തുന്നുണ്ട്. ഓരോ ഫ്രാക്ഷൻ്റെ ആളുകളും എൻ്റെ അടുത്ത് വരുന്ന സംസാരിക്കും, ഇയാൾ മറ്റേ വേഗൻസാണ് അവർ. ഇതെങ്ങനെ നടക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഒക്കെ എനിക്ക് ഒരു വിവരമുണ്ട്. കുറച്ച് മാറ്റങ്ങൾ കാര്യമായി കേരളത്തിൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. കാര്യമായ മാറ്റങ്ങൾ അതെങ്ങനെയാവണമെന്നാണ് മനസ്സിൽ. അത് ഇനി സമയമെടുക്കും. ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ആരും ഇല്ല അതൊക്കെ ചെയ്യാൻ. അങ്ങ് ഇടപെട്ടാണ് കേരളത്തിലെ വലിയ ഒരു രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിച്ചത് എന്ന് തോന്നുന്നു ഭഗവാന്റെ. ഇപ്പൊ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശാന്തമാണെങ്കിലും പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അത് വലുതായിട്ടൊന്നും നടക്കില്ല ഇനി. കാരണം ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് ലെഫ്റ്റും റൈറ്റും കോപ്പറേറ്റ് ചെയ്യാതെ നടക്കില്ല. ഞാൻ അതിനൊരു സെൻട്രൽ ഫിഗറായിട്ട് ഇന്ന് ചെയ്തു. കാരണം അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. അത് എൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ നടക്കാനുള്ള ചാൻസേ ഇല്ല. ഒരു വലിയ കടമ്പയല്ലായിരുന്നു. അത് ഞാൻ ജയരാജനൊക്കെയാണ് എൻ്റെ ആളുകൾക്ക്. അവരെയൊക്കെ ഞാൻ രാത്രി ലൈറ്റ് ഹൗസിലൊക്കെ ചെന്ന് ഒറ്റയ്ക്കൊക്കെ കണ്ടു. എല്ലാവരും കൊന്നു. കാരണം ആത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ ആത്മാവ് ഒരിക്കലും ആർക്കും കൊല്ലാനും ഒക്കില്ല, ഒന്നും ചെയ്യാനും ഒക്കില്ല. ശരീരത്തിനല്ലേ വലിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ആംഗിളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പോഴും പോസ്റ്റ് ചെയ്യല്ല. മനസ്സിലായി. ഇപ്പോഴും ആ ഒരു പ്രവർത്തനം അവരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആസ് ഫാർ ആസ് പോസിബിൾ. ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുപോകും. പക്ഷെ എന്നാലും ഞാൻ എല്ലാവരുമായിട്ട് ഒന്നായിട്ടാണ് ജീവിക്കുന്നത്. കാരണം സ്വാമി വിവേകാനന്ദൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു പരമാത്മാവിൻ്റെ ഒരു സ്പാർക്ക്, ഒരു അംശം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നാണ്. പുറത്തവരെന്ത് പറഞ്ഞാലും അകത്തെല്ലാവരും ഒന്നാണ്. ആ ഒരു ബേസിസിൽ ജീവിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ അടുത്ത സമയത്ത് 2 പ്രധാനപ്പെട്ട കോടതി വിധികൾ വന്നിരുന്നു. ഒന്ന് പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കോടതി വിധി. കണ്ടില്ല. പാർട്ടി പ്രവർത്തകർ ശിക്ഷിക്കപ്പെട്ടു, CPM കാരാണ്. മറുവശത്ത് കണ്ണൂരിൽ BJP പ്രവർത്തകനെ കൊന്നതിൽ CPM പ്രവർത്തകനെ കൊന്നതിൽ BJP കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടത് അമ്മമാരുടെ കണ്ണുനീരാണ്, കുടുംബങ്ങളുടെ കണ്ണുനീരാണ്. അതാണ് അവസാനിപ്പിക്കേണ്ടത്. അത് പലപ്പോഴും ഒറ്റയ്ക്കുമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അതിൽ ട്രൈ ചെയ്യണം നമ്മളിതില്ലാതാക്കാൻ. ഒന്നിച്ച് നടന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഋഗ്വേദത്തിൽ പറഞ്ഞ പോലെ സംഘചത്വം ഒന്നിച്ച് നടക്കണം. ഒന്നായിട്ട് മനുഷ്യൻ ഒന്നാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. കേരളത്തിലെ ആശ്രമത്തിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെ? കേരളത്തിലിപ്പോൾ നമ്മൾ ആശ്രമം തുടങ്ങിയത് വാസ്തവത്തിൽ യോഗിക് റിസർച്ചും സയൻറ്റിഫിക് റിസർച്ചും ഒന്നിച്ച് കൊണ്ടുവരാണ്. ഒരു വിധത്തിൽ നടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം കോഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചെറുവയ്ക്കൽ നമ്മൾ ബ്രെയിൻ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ശ്രീകാര്യത്തിനടുത്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേവ്സ് ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ടൊരു ഡാറ്റ കൊടുത്താലേ വെസ്റ്റേൺ വേൾഡ് ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്നെയല്ല, സിസ്റ്റം. സ്കൂളൊക്കെ തുടങ്ങാൻ അങ്ങ് ശ്രമം നടത്തിയിരുന്നു അവിടെ? എവിടെ? കേരളത്തിൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. CM മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഭൂമി നൽകിയതിലൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു മാതൃഭൂമിയിൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു. ഞാനപ്പോൾ ദക്ഷിണേശ്വറിലിരിക്കുകയായിരുന്നു, കാൽക്കട്ടയിൽ. ഞാനിങ്ങനെ പദ്മാസനത്തിലിരിക്കുന്നു. 2 കൈ ഒരു കയ്യിൽ മോഹൻ ഭാഗവത്ജി പിടിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ പിണറായി വിജയൻ. ഇനി മാതൃഭൂമിയെ വിളിച്ച് ഞാൻ അപ്പോൾ ഞാനൊരു ചീഫ് മിനിസ്റ്ററിനോട് എന്താണ് ഇന്ന് നമുക്ക് റെസ്പോൺസ് ഒന്നും പറയേണ്ടതുണ്ടായിരുന്നു.
ഈ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ അതിപ്രസരമുള്ളപ്പോൾ ഇത്തരം വിമർശനങ്ങൾ കേൾക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇല്ലാതിരിക്കില്ല. കേരളം വളരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റാണ്. അതാണ് എൻ്റെ അങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനത്തെ വിലയിരുത്തുന്നത്? കേരളത്തെ വിലയിരുത്തുന്നത് അങ്ങനെയാണോ? ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും പോളിറ്റിക്സ് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ചെയ്യും. രാവിലെ ചായക്കടയിൽ പോയി എല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കുകയല്ലേ, അതല്ലേ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ന്യൂസ് പേപ്പറല്ല, സെൽഫോണിൽ യൂട്യൂബ് നോക്ക്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അവയർനെസ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റിനും കാട്ടും കൂടുതലാണ്. അപ്പോൾ പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഉണ്ട്, രണ്ടും ഉണ്ട്. പൊളിറ്റിക്സിന്റെ അതിപ്രസരം നമ്മുടെ ഈ പറഞ്ഞ പോലെ പൊതുവെയുള്ള കാര്യങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. ഓഫ് കോഴ്സ്, അത് രണ്ട് സൈഡും. ഒരു സൈഡെന്ന് പറയാൻ ഒക്കില്ല നമുക്ക്. അങ്ങേക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണോ? എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയവും ഇല്ല. മനുഷ്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ആരാണോ ആ സമയത്ത് നോക്കുന്നത് അവരെ ഞാൻ ഇഷ്ടപ്പെടും. അതാണ്. ഇപ്പോൾ യു പിയിലെ ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്ന മഹാമേള നടക്കുന്നു. അതിൻ്റെ പ്രവർത്തനം ഇതുവരെ യാതൊരു പരാതിയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൊടുക്കുക? ഇതിൻ്റെ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷനുമാണ് കൊടുക്കുക. ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വരും. അവർ 24 hours ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ യു പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു തരം സ്റ്റേറ്റാണ്. അവിടെ സാധാരണ ഒരു മനുഷ്യനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ അതേപോലെ ചിന്തിക്കുന്ന ആളാണ്. അങ്ങേർക്കേ പറ്റുള്ളൂ ഈ ഫങ്ഷൻ ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിലുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു മേള നടത്താനായിട്ട് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ പറ്റില്ല. അത് ഒരു കാലത്ത് നടക്കുമായിരിക്കും, പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. കാരണം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് വരും അതിനകത്ത്. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ജ്ഞാനം വർദ്ധിക്കാനും സനാതനധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാനും നടത്തുന്ന ഒരു സംഭവത്തിൽ പിന്നെ വയലൻസും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് നടക്കും? അതുകൊണ്ട് ഈ തൽക്കാലം അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഭരണാധികാരി എപ്പോഴും നല്ല എന്താണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, ചുമ്മാ എന്തെങ്കിലും ഒന്നും വിളിച്ച് പറയരുത്, ആലോചിച്ച് സംസാരിക്കണം. ഒന്ന്, ചില ട്രൂത്ത്ഫുൾനെസ്, ഇതിനൊക്കെ ചില പ്രിൻസിപ്പിൾസ് വേണം മനുഷ്യൻ. ഐഡിയോളജി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതിൽ പ്രശ്നമില്ല. പക്ഷെ ഓണസ്റ്റ് ആൻഡ് ഏണസ്റ്റ് ആയിരിക്കണം. ചുമ്മാ തോന്നിയ വാസമൊന്നും വിളിച്ച് പറയരുത്, ആലോചിച്ച് വേണം സംസാരിക്കും. ഇങ്ങനെ 2-3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പാർട്ടി എന്തായാലും വേണ്ടൂല. അതെ, രാഷ്ട്രീയമല്ല പ്രശ്നം.